നമ്മളിപ്പോൾ പറഞ്ഞ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ്റെ ഒരു പ്രോബ്ലം നമുക്കൊന്ന് നോക്കാം. ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫറൻഷിയേറ്റ് റൂട്ട് ഓഫ് എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 4 ഓൾ ഡിവൈഡഡ് ബൈ 3x സ്ക്വയർ പ്ലസ് 4x പ്ലസ് 5 വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇപ്പോൾ ഒരു റൂട്ടിൻ്റെ ഉള്ളിൽ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ടേം തന്നിരിക്കുന്നു. അതിൻ്റെ ഡെറിവേറ്റീവ് കാണാനാണ് പറഞ്ഞേക്കുന്നത്. ഇത് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ റൂട്ട് ഉണ്ട്, കോഷ്യൻ്റ് ആണ്, അപ്പോൾ ഡെറിവേറ്റീവ് കാണാൻ ഭയങ്കര പ്രയാസമാണെന്നാണ് നമുക്ക് ഒറ്റയടിക്ക് തോന്നുക. പക്ഷെ ഇത് നമുക്ക് ലോഗിൻ്റെ ഐഡിയ ഉപയോഗിച്ച് എളുപ്പത്തിൽ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് കാണിക്കാൻ പോണത്. അപ്പോൾ ഇയാളുടെ ഡെറിവേറ്റീവ് കാണണം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമുക്ക് ഡെറിവേറ്റീവ് കാണേണ്ട ആളെ y എന്ന് വിളിക്കുക. ഈ റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു 1/2 ആണെന്ന് നമുക്കറിയാമല്ലോ. ഞാനിതിനെ മൊത്തത്തിൽ y സമം എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 4 ഓൾ ഡിവൈഡഡ് ബൈ 3x സ്ക്വയർ പ്ലസ് 4x പ്ലസ് 5 ഓൾ റേസ് ടു 1/2 എന്ന് എഴുതി. ഇങ്ങനെ എടുത്ത് അടുത്ത സ്റ്റെപ്പിൽ രണ്ട് സൈഡിലും ലോഗ് അപ്ലൈ ചെയ്തു വയ്ക്കുക. അപ്പോൾ നമുക്ക് ലോഗ് y ഈക്വൽ ടു ഇവിടെ ലോഗ് കൊടുക്കുകയാണെങ്കിൽ ലോഗ് ഓഫ് ഈ എഴുതിയിരിക്കുന്ന ഫുൾ സാധനം, അതായത് എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 4 ഡിവൈഡഡ് ബൈ 3x സ്ക്വയർ പ്ലസ് 4x പ്ലസ് 5 ഓൾ റേസ് ടു 1/2 എന്ന് വരും. ഇതിൽ ലോഗിന് ഒരു പ്രത്യേകതയുള്ളത് ലോഗ് പി റേസ് ടു n ഈക്വൽ ടു n ഇൻറ്റു ലോഗ് പി എന്ന് എഴുതാം. അപ്പോൾ നമുക്കിതിന് അടുത്ത സ്റ്റെപ്പിൽ 1/2 ഇൻറ്റു ലോഗ് എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 4 ബൈ ഇങ്ങനെ എടുത്ത് എഴുതാം. അപ്പോൾ അതിൽ തന്നെ ലോഗ് എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലോഗ് പി ക്യൂ എന്ന് പറഞ്ഞാൽ ലോഗ് പി പ്ലസ് ലോഗ് ക്യൂ ആണ്. അതുപോലെ ലോഗ് പി ബൈ ക്യൂ എന്ന് പറഞ്ഞാൽ ലോഗ് പി മൈനസ് ലോഗ് ക്യൂ ആണ്. അപ്പോൾ ആ ആശയം വെച്ച് ഇതിനെ ഒന്ന് മാറ്റുകയാണെങ്കിൽ ഇതിനെ നമുക്ക് ലോഗ് ഓഫ് എക്സ് മൈനസ് 3, നമുക്ക് ഈ സ്റ്റെപ്പ് ഇങ്ങനെ പോട്ടെ, അടുത്ത സ്റ്റെപ്പിൽ ഇതിനെ ഒന്നുകൂടി ഓർഡർ ആക്കാം, ഡിവൈഡഡ് ബൈ 3x സ്ക്വയർ പ്ലസ് 4x പ്ലസ് 5 ഇങ്ങനെ കിടക്കണം. ഇപ്പം ഇങ്ങനെ എഴുതിയിരിക്കണം. ഇനി അടുത്ത സ്റ്റെപ്പിൽ ലോഗ് y സമം 1/2 ഇൻറ്റു ലോഗ് ഓഫ് ഈ കിടക്കുന്ന സംഗതിനെ നേരത്തെ പറഞ്ഞ പോലെ ഇതിനെ ലോഗ് ഓഫ് എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 4. അപ്പോൾ ഇതൊരു പി, ഇതൊരു ക്യൂ ആണെന്ന് വിചാരിക്കും. ഇതൊരു ആറാണെങ്കിൽ ഈ കിടക്കുന്നത് ലോഗ് പി ക്യൂ ബൈ ആർ എന്നാണ്. അപ്പോൾ അതിനെ നമുക്ക് ലോഗ് പി ക്യൂ മൈനസ് ലോഗ് ആർ എന്ന് എഴുതാം. അതിൽ തന്നെ ലോഗ് പി ക്യൂനെ ലോഗ് പി പ്ലസ് ലോഗ് ക്യൂ മൈനസ് ലോഗ് ആർ എന്ന് എഴുതാം. അപ്പോൾ ഇതിനെ മൊത്തത്തിൽ നമുക്ക് ഒറ്റയടിക്ക് ലോഗ് ഓഫ് എക്സ് മൈനസ് 3 പ്ലസ് ഇതിനെ എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 4നെ ലോഗ് എക്സ് മൈനസ് 3 പ്ലസ് ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് 4 എന്ന് എഴുതാം, മൈനസ് ലോഗ് 3x സ്ക്വയർ പ്ലസ് 4x പ്ലസ് 5. നമുക്കിത് താഴെ എഴുതാം, മൈനസ് ലോഗ് 3x സ്ക്വയർ പ്ലസ് 4x പ്ലസ് 5 എന്ന് എഴുതാം. ഇതിനെ മൊത്തത്തിൽ സിംപ്ലിഫൈ ചെയ്തു. റൂട്ടിൻ്റെ ശല്യങ്ങളും ആ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ മാറി സിമ്പിൾ ടേമുകളായി മാറി. ഇനി നമുക്ക് നേരെ രണ്ട് സൈഡും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് ചെയിൻ റൂൾ വെച്ച് 1/y ഇൻറ്റു dy ബൈ dx ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 കോൺസ്റ്റൻറ്റ് അങ്ങനെ തന്നെ കിടന്നോട്ടെ ഇൻറ്റു ഇവിടെ ഓരോരുത്തരെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ലോഗ് എക്സ് മൈനസ് 3യുടെ ഡെറിവേറ്റീവ് 1/x മൈനസ് 3 ഇൻറ്റു ഇപ്പോൾ ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x. അപ്പോൾ ഇവിടെ ലോഗ് എക്സ് മൈനസ് 3 ആകുമ്പോൾ നമ്മൾ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ലോഗ് എക്സ് മൈനസ് 3യുടെ ഡെറിവേറ്റീവ് 1/x മൈനസ് 3 എന്ന് എഴുതി ഇൻറ്റു എക്സ് മൈനസ് 3യുടെ ഡെറിവേറ്റീവ്.
എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ആണ്. അങ്ങനെ എഴുതും. ഇനി അടുത്തത് log x സ്ക്വയർ പ്ലസ് 4ൻ്റെ ഡെറിവേറ്റീവ്. log x ആണെങ്കിൽ 1/x. അപ്പോൾ log x സ്ക്വയർ പ്ലസ് 4ൻ്റെ 1/x സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു ഈ എക്സ് സ്ക്വയർ പ്ലസ് 4ൻ്റെ ഡെറിവേറ്റീവ്. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x പ്ലസ് 4ൻ്റെ 0. അപ്പോൾ അത് 2x പ്ലസ് 0 ദാറ്റ് ഈസ് 2x മൈനസ് ഇയാളുടെ ഡെറിവേറ്റീവ് 1/3x സ്ക്വയർ പ്ലസ് 4x പ്ലസ് 5 ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 3x സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 3 ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ 2x. അപ്പോൾ 3 ഇൻറ്റു 2x 6x പ്ലസ് ഇയാളുടെ 4. അപ്പോൾ ഇതിൻ്റെ മൊത്തത്തിലുള്ള ഡെറിവേറ്റീവ് 6x പ്ലസ് 4. ഇങ്ങനെ വന്നു. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഈ 1/y അപ്പുറത്തേക്ക് കൊടുക്കുക. അപ്പോൾ നമുക്ക് dy/dx ഈക്വൽ ടു 1/y അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇൻറ്റു y എന്നായി മാറി. അപ്പോൾ y ഇൻറ്റു ഇവിടെ ഒരു 1/2 ഉണ്ട്. അപ്പോൾ നമുക്കതിനെ y ഇൻറ്റു 1/2 ഇത് 1/x മൈനസ് 3 പ്ലസ് ഇതിനെ ഒറ്റയടിക്ക് 2x/x സ്ക്വയർ പ്ലസ് 4 മൈനസ് ഇതിനെ 6x പ്ലസ് 4 ഒരു ബ്രാക്കറ്റിലിട്ടു ഡിവൈഡഡ് ബൈ 3x സ്ക്വയർ പ്ലസ് 4x പ്ലസ് 5 ഇങ്ങനെ എഴുതി. ഇനി അടുത്ത സ്റ്റെപ്പിൽ വേണമെങ്കിൽ ഈ വൈയുടെ സ്ഥാനത്ത് നമ്മുടെ വൈ, നമ്മൾ ആരെയാ വൈ എന്ന് വിചാരിച്ച്, ഈ ഫുൾ ഫംഗ്ഷനെയാണ് വൈ എന്ന് വിചാരിച്ചത്. അപ്പോൾ ആ വൈയുടെ സ്ഥാനത്ത് അത് കൊടുക്കുക, ബാക്കിയുള്ളതൊക്കെ അങ്ങനെ തന്നെ എടുത്ത് എഴുതുക. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ കിട്ടും. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഈ വൈയുടെ സ്ഥാനത്ത് നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ് നമ്മൾ വൈ ആയിട്ട് എടുത്തേക്കണത്, ഇത് കൊണ്ടുപോയിട്ട് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതുക. ജസ്റ്റ് അത് വൈയുടെ സ്ഥാനത്ത് എഴുതുക, ബാക്കി ടേമുകൾ അതുപോലെ തന്നെ എഴുതി വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഏറ്റവും ഭംഗിയുള്ള ഫൈനൽ ആൻസർ കിട്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് ഇയാളുടെ ഡെറിവേറ്റീവ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. ഡിഫറൻഷിയേറ്റ് a raised to x with respect to x where a is a positive constant. നമുക്ക് ഒരുപാട് ഈ വൺ വേർഡുകളൊക്കെ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ കിട്ടുന്ന ആൻസറിന് ഒരു പ്രത്യേക സവിശേഷതയൊക്കെ ഉണ്ട്. അതപ്പോൾ അത് നോക്കിയിട്ട് ഇതൊന്നും നിങ്ങൾ കറക്റ്റായിട്ട് ഓർത്ത് വെക്കണം കേട്ടോ. ഇതുപോലെ ഇപ്പോൾ 2 raised to x-ൻ്റെ ഡെറിവേറ്റീവ് ആരാ, 3 raised to x-ൻ്റെ ഡെറിവേറ്റീവ് ആരാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയടിക്ക് അതിൻ്റെ ആൻസർ പറയാൻ പറ്റും. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കതൊന്ന് തന്നെ ചെയ്ത് കണ്ടുപിടിക്കാം. അപ്പോൾ ചെയ്ത് കണ്ടുപിടിക്കുമ്പോൾ ഒരു രസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ a raised to x-ൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പോവുക. അപ്പോൾ നമുക്ക് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്ന ആളെ ജസ്റ്റ് ഒരു y എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പവറിൽ വേരിയബിൾ കിടക്കുകയാണ്. പവറിൽ വേരിയബിൾ കിടക്കുന്ന എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ലോഗിൻ്റെ ഐഡിയ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം തന്നെ ടേക്ക് ലോഗ് ഓൺ ഐദർ സൈഡ്, ടേക്ക് ലോഗ് ഓൺ ഐദർ സൈഡ്, രണ്ട് വശത്തും ലോഗ് എടുക്കുക. ഇപ്പോൾ രണ്ട് സൈഡിൽ ലോഗ് എടുത്തു കഴിഞ്ഞാൽ ലോഗ് y ഈക്വൽ ടു ലോഗ് a raised to x എന്ന് കിട്ടി. ലോഗ് y ഈക്വൽ ടു ലോഗ് a raised to x എന്ന് കിട്ടി. ഇനി ഇപ്പോൾ ഈ ലോഗിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ച് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, പവറിൽ കിടക്കണതിനെ ഫ്രണ്ടിലേക്ക് എഴുതി ഇത് x ഇൻറ്റു ലോഗ് a എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ലോഗ് y ഈക്വൽ ടു എക്സ് ഇൻറ്റു ലോഗ് a. അപ്പോൾ പവറിൻ്റെ ശല്യം മാറി. ഇനി നേരെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് ബൈ ചെയിൻ റൂൾ 1/y ഇൻറ്റു dy/dx ഈക്വൽ ടു ഇത് എക്സ് ഇൻറ്റു ലോഗ് എ ആണ്. ഇതിൽ ലോഗ് എ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ്. എ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ലോഗ് എയും കോൺസ്റ്റൻറ്റ്. അപ്പോൾ കോൺസ്റ്റൻറ്റിനെ പുറത്തേക്ക് മാറ്റി ലോഗ് എ ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഇപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്നത് 1/y ഇൻറ്റു dy/dx ഈക്വൽ ടു ലോഗ് എ എന്ന് കിട്ടി. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ 1/y അപ്പുറത്തേക്ക് കൊടുക്കുക. അപ്പോൾ 1/y അപ്പുറത്തേക്ക് പോകുമ്പോൾ വെറും y ആയി. അപ്പോൾ നമുക്ക് dy/dx ഈക്വൽ ടു y ഇൻറ്റു ലോഗ് എ എന്ന് എഴുതാം. y എന്ന് പറഞ്ഞാൽ ആരാ, നമ്മുടെ ക്വസ്റ്റ്യനിലെ y എന്ന് പറഞ്ഞാൽ a raised to x ആണ്. അപ്പോൾ ഈ yക്ക് പകരം a raised to x കൊടുക്കുക. അപ്പോൾ a raised to x ഇൻറ്റു ലോഗ് എ. ഇതാണ് നമ്മുടെ a raised to x-ൻ്റെ ഡെറിവേറ്റീവ്.
അപ്പോൾ നോക്കിയേ, എ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എ റേസ് ടു എക്സ് ഇൻറ്റു ലോഗ് എ. ഇതുപോലെ ഇപ്പോൾ 2 റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ആരാന്ന് ചോദിച്ചാൽ 2 റേസ് ടു എക്സ് ഇൻറ്റു ലോഗ് 2. 3 റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് 3 റേസ് ടു എക്സ് ഇൻറ്റു ലോഗ് 3. അപ്പോൾ ഈ മോഡലിലുള്ള എല്ലാത്തിൻ്റെയും ഡെറിവേറ്റീവ് കാണാനുള്ള കോമൺ ആയിട്ടുള്ളൊരു വഴി നമുക്ക് കിട്ടി. നമ്മുടെ എക്സാമിലൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ തവണ വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻഷിയേറ്റ് എക്സ് റേസ് ടു സൈൻ എക്സ് വെർ എക്സ് ഗ്രേറ്റർ ദാൻ 0 വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ ഇതിൽ പവറിൽ വേരിയബിൾ കിടക്കണം. അതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ പ്രശ്നം. എക്സ് റേസ് ടു സൈൻ എക്സ്, അതായത് യു ഓഫ് എക്സ് റേസ് ടു വി ഓഫ് എക്സ് മോഡലിലാണ് ഈ ക്വസ്റ്റ്യൻ കിടക്കുന്നത്. സോ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എപ്പോഴും ലോഗിൻ്റെ സഹായം തേടേണ്ടി വരും. അപ്പോൾ നമുക്കിതൊന്ന് ചെയ്തു നോക്കാം. ഇയാളുടെ ഡെറിവേറ്റീവ് ആണ് കാണേണ്ടത്. സോ ഡെറിവേറ്റീവ് കാണുന്ന ആളെ y എന്ന് വിളിക്കുക. അപ്പോൾ ലെറ്റ് y ഈക്വൽ ടു എക്സ് റേസ് ടു സൈൻ എക്സ്. y ഈക്വൽ ടു എക്സ് റേസ് ടു സൈൻ എക്സ് കൊടുക്കുക. പവറിൽ വേരിയബിൾ കിടക്കണം. സോ രണ്ട് സൈഡിലും ലോഗ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ലോഗ് y ഈക്വൽ ടു ലോഗ് എക്സ് റേസ് ടു സൈൻ എക്സ്. രണ്ട് സൈഡിലും ലോഗ് കൊടുത്തു. ഇനി ലോഗ് പി റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു ലോഗ് പി. അപ്പോൾ ലോഗ് എക്സ് റേസ് ടു സൈൻ എക്സിനെ നമുക്ക് സൈൻ എക്സ് ഇൻറ്റു ലോഗ് എക്സ് എന്ന് മാറ്റാം. ഇപ്പോൾ നമുക്ക് പവറിലെ ശല്യം മാറി. ഇപ്പോൾ ലോഗ് വൈ ഈക്വൽ ടു സൈൻ എക്സ് ഇൻറ്റു ലോഗ് എക്സ് എന്നായി. ഇനി നമുക്ക് നേരെ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിലെ ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് ബൈ യൂസിങ് ചെയിൻ റൂൾ നമുക്ക് പറയാം. ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് 1/y ഇൻറ്റു dy ബൈ ഡി എക്സ് ഈക്വൽ ടു, ഇത് ഒരു പ്രൊഡക്റ്റാണ്. സോ ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണ് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ പ്രൊഡക്റ്റ് റൂൾ എന്ന് പറഞ്ഞാൽ യു ഡാഷ് വി പ്ലസ് യു വി ഡാഷ്. അപ്പോൾ ആദ്യം യു ഡാഷ് എടുത്തു, അതായത് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ഇൻറ്റു ലോഗ് എക്സ് അങ്ങനെ തന്നെ എഴുതി, പ്ലസ് സൈൻ എക്സ് അങ്ങനെ തന്നെ എഴുതി, ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ dy ബൈ ഡി എക്സ് ഈക്വൽ ടു ഈ 1/yനെ റൈറ്റ് സൈഡിലേക്ക് കൊടുക്കുക. 1/y വലത്തോട്ട് പോകുമ്പോൾ y വെറും y ആയി. y ഇൻറ്റു കോസ് എക്സ് ലോഗ് എക്സ്, y ഇൻറ്റു കോസ് എക്സ് ലോഗ് എക്സ് പ്ലസ് സൈൻ എക്സ് ബൈ എക്സ് എന്നെഴുതാം. സൈൻ എക്സ് ബൈ എക്സ് എന്നെഴുതാം. ഇങ്ങനെ എടുത്തെഴുതാം. അടുത്ത സ്റ്റെപ്പിൽ വൈയുടെ സ്ഥാനത്ത് വൈയുടെ വാല്യൂ കൊടുത്തു. അപ്പോൾ therefore dy ബൈ ഡി എക്സ് ഈക്വൽ ടു വൈയുടെ സ്ഥാനത്ത് എക്സ് റേസ് ടു സൈൻ എക്സ് കൊടുക്കുക. അപ്പോൾ എക്സ് റേസ് ടു സൈൻ എക്സ് ഇൻറ്റു ഈ കിടക്കുന്ന ആൾ, അതായത് കോസ് എക്സ് ലോഗ് എക്സ് പ്ലസ് സൈൻ എക്സ് ബൈ എക്സ്. ഇതാണ് എക്സ് റേസ് ടു സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ്. ഇതാണ് നമ്മുടെ എക്സ് റേസ് ടു സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ്. നമ്മളിപ്പോൾ പഠിച്ച ലോഗരിതമിക് ഡിഫറൻസിയേഷൻ്റെ ഒരു ഇച്ചിരി വലിയൊരു പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം. അതായത് ഇവിടെ ഫൈൻഡ് dy ബൈ ഡി എക്സ് ഇഫ് y റേസ് ടു എക്സ് പ്ലസ് എക്സ് റേസ് ടു വൈ പ്ലസ് എക്സ് റേസ് ടു എക്സ് ഈക്വൽ ടു എ റേസ് ടു ബി. ഈ ഫോമിൽ ഒരു ഇക്വേഷൻ തന്നേക്കണം. അപ്പോൾ ഇതിൽ ലെഫ്റ്റ് സൈഡിൽ തന്നെ 3 ടേമുകളുണ്ട്. അതിലുള്ള ഓരോ ടേമിനും പവറിലും വേരിയബിൾ കിടക്കണം. നമുക്ക് ഇതിനെ ഫുള്ളായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് dy ബൈ ഡി എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ ലോഗിൻ്റെ സഹായം തേടേണ്ടി വരും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് ഈ കിടക്കുന്ന y റേസ് ടു എക്സിനെ നമ്മൾ u എന്ന് വിചാരിക്കുക, എക്സ് റേസ് ടു വൈനെ v എന്നും ഇതിനെ ഒരു w എന്ന് സങ്കല്പിക്കുക. അപ്പോൾ നമ്മുടെ പ്രോബ്ലം നമുക്കപ്പോൾ u പ്ലസ് വി പ്ലസ് ഡബ്ല്യു ഈക്വൽ ടു എ റേസ് ടു ബി എന്ന ഫോമിൽ എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുകയാണെങ്കിൽ ഡി യു ബൈ ഡി എക്സ് പ്ലസ് ഡി വി ബൈ ഡി എക്സ് പ്ലസ് ഡി ഡബ്ല്യു ബൈ ഡി എക്സ് ഈക്വൽ ടു എ റേസ് ടു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്. കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് 0. അപ്പോൾ ഇതിൽ ഈ y റേസ് ടു എക്സിനെ u എന്നും എക്സ് റേസ് ടു വൈനെ v എന്നും എക്സ് റേസ് ടു എക്സിനെ w എന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ
നമുക്ക് ഈ ഇക്വേഷനെ u പ്ലസ് വി പ്ലസ് ഡബ്ല്യു ഈക്വൽ ടു എ റേസ് ടു ബി എന്ന് എഴുതാം. അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെന്ന് വെക്കുക. ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡി യു ബൈ ഡി എക്സ് പ്ലസ് ഡി വി ബൈ ഡി എക്സ് പ്ലസ് ഡി ഡബ്ല്യു ബൈ ഡി എക്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇനി നമുക്ക് പതുക്കെ യു ആരാന്ന് നോക്കുന്നു. അതിൽ നിന്നും ലോഗ് ഉപയോഗിച്ച് ഡി യു ബൈ ഡി എക്സ് കണ്ടുപിടിക്കുന്നു. അതുപോലെ വി നോക്കുന്നു, ഡി വി ബൈ ഡി എക്സ് കാണുന്നു. അതുപോലെ ഡി ഡബ്ല്യു ബൈ ഡി എക്സ് കാണും. ഇത് മൂന്നും കണ്ടുപിടിച്ചിട്ട് ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുത്ത് അതിൽ നിന്നും ഡി വൈ ബൈ ഡി എക്സ് കാണാൻ പോവാണ്. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോസസ്സ്. ഞാൻ ഈ എഴുതി വെച്ചിരിക്കുന്ന ഇക്വേഷനെ ജസ്റ്റ് ഒരു ഇക്വേഷൻ 1 എന്നിടുന്നു. ജസ്റ്റ് ഇതിനൊന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കുന്നു. ഇനി നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് പോവാണ്. യു ഈക്വൽ ടു വൈ റേസ് ടു എക്സ്. ഇതിൽ നിന്നും ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൽ പവറിൽ വേരിയബിൾ കിടക്കണം. സോ ഡിഫറൻഷ്യേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ലോഗ് അപ്ലൈ ചെയ്യണം. അപ്പോൾ രണ്ട് സൈഡിലും ലോഗ് അപ്ലൈ ചെയ്തു. ദാറ്റ് ഈസ് ലോഗ് യു ഈക്വൽ ടു ലോഗ് വൈ റേസ് ടു എക്സ്. അടുത്ത സ്റ്റെപ്പിൽ ലോഗിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ച് ലോഗ് യു അങ്ങനെ തന്നെ എഴുതി ലോഗ് വൈ റേസ് ടു എക്സിനെ നമുക്ക് എക്സ് ഇൻറ്റു ലോഗ് വൈ എന്ന് മാറ്റാം. എക്സ് ഇൻറ്റു ലോഗ് വൈ എന്ന് മാറ്റാം. ഇനി നേരെ ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഈ ഓരോ ടേമിനെയും വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ ലോഗ് യുവിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം 1/u du ബൈ ഡി എക്സ്. ലോഗ് യുവിൻ്റെ ഡെറിവേറ്റീവ് 1/u du ബൈ ഡി എക്സ്. ഇനി എക്സ് ഇൻറ്റു ലോഗ് വൈ ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണെങ്കിൽ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഇതൊരു പ്രൊഡക്റ്റാണ്. ഇപ്പോൾ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഇതിനെ യു എന്നും ഇതിനെ വി എന്നും വിചാരിക്കുക. അപ്പോൾ പ്രൊഡക്റ്റ് റൂൾ എന്ന് പറഞ്ഞാൽ യു ഡാഷ് വി, അതായത് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു വി, അതായത് ലോഗ് വൈ പ്ലസ് എക്സ് അങ്ങനെ തന്നെ എഴുതുക ഇൻറ്റു ലോഗ് വൈയുടെ ഡെറിവേറ്റീവ്. ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 1/y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. ഇങ്ങനെ കിട്ടി. ഇതാണ് ഈ കിടക്കുന്ന ടേമിനെ വിത്ത് റെസ്പെക്ട് എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുക. ഇതിൽ നിന്നും അടുത്ത സ്റ്റെപ്പിൽ ഡി യു ബൈ ഡി എക്സ് കണ്ടുപിടിക്കുക. അപ്പോൾ ഡി യു ബൈ ഡി എക്സ് ഈക്വൽ ടു ഈ 1/uനെ റൈറ്റ് സൈഡിലേക്ക് കൊടുത്തു. 1/u റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ വെറും യു ആയി. അപ്പോൾ യു ഇൻറ്റു ബാക്കിയുള്ള സംഗതികൾ ഇവിടെ ലോഗ് വൈ പ്ലസ് എക്സ് ബൈ വൈ ഡി വൈ ബൈ ഡി എക്സ്. ഇങ്ങനെയാണ് നമുക്ക് ഡി യു ബൈ ഡി എക്സ് കിട്ടുന്നത്. ഇനി ഇതിൽ യുവിൻ്റെ സ്ഥാനത്ത് നമ്മളെടുത്ത യു തിരിച്ചു കൊണ്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ യു എന്ന് വിചാരിച്ചത് വൈ റേസ് ടു എക്സിനെയാണ്, അത് തിരിച്ചു കൊടുക്കുക. അപ്പോൾ ഡി യു ബൈ ഡി എക്സ് ഈക്വൽ ടു വൈ റേസ് ടു എക്സ് ലോഗ് വൈ പ്ലസ് എക്സ് ബൈ വൈ ഡി വൈ ബൈ ഡി എക്സ് എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഡി യു ബൈ ഡി എക്സിൻ്റെ ആൻസർ നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഒരാളെ കിട്ടി കേട്ടോ. ഇയാളിപ്പോൾ സെറ്റായി. ഡി യു ബൈ ഡി എക്സ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു. അപ്പോൾ ഇതിനെ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇതിനൊരു സ്റ്റാർ ഇട്ട് വയ്ക്കും. പെട്ടെന്ന് ചോദ്യം ചെയ്യുമ്പോൾ തന്നെ കാണാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാർ ഇട്ട് വെച്ചു. ഇനി അടുത്തത് ഇതേപോലെ തന്നെ നമ്മൾ വി എടുക്കുക. ഇവിടെ വി എന്ന് പറഞ്ഞിരിക്കുന്നത് എക്സ് റേസ് ടു വൈ. അപ്പോൾ നമ്മൾ പുട്ട് വി ഈക്വൽ ടു എക്സ് റേസ് ടു വൈ. ഇതിൽ നിന്ന് ഡി വി ബൈ ഡി എക്സ് കണ്ടുപിടിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൽ നിന്ന് ഡി വി ബൈ ഡി എക്സ് കാണണമെങ്കിൽ ഇവിടെ എക്സിൻ്റെ പവറിൽ വേരിയബിൾ കിടക്കണം. അപ്പോൾ നേരത്തെ പോലെ ഇവിടെയും ലോഗ് അപ്ലൈ ചെയ്യണം. അപ്പോൾ രണ്ട് സൈഡിലും ലോഗ് അപ്ലൈ ചെയ്തു. ദാറ്റ് ഈസ് ലോഗ് വി ഈക്വൽ ടു ലോഗ് എക്സ് റേസ് ടു വൈ. ലോഗിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ച് വൈ ഏറ്റവും ഫ്രണ്ടിലേക്ക് വന്നു. വൈ ഇൻറ്റു ലോഗ് എക്സ്. ദെൻ ഇത്രയും വരെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ലോഗ് വിയുടെ ഡെറിവേറ്റീവ് 1/v ഡി വി ബൈ ഡി എക്സ്. 1/v ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു വൈ ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ്. ഇതൊരു പ്രൊഡക്റ്റാണ്. സോ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ ആദ്യം വൈയുടെ ഡെറിവേറ്റീവ് ഇൻറ്റു യു വെറുതെ എഴുതുക. അപ്പോൾ വൈയുടെ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ് യു വെറുതെ എഴുതി പ്ലസ് വൈ വെറുതെ എഴുതുക ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x അങ്ങനെ എടുത്തു. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക്
ഒന്നുകൂടി ഭംഗിയാക്കി എഴുതി കഴിഞ്ഞാൽ ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു 1/v അപ്പുറത്തേക്ക് പോയാൽ വെറും വി ആവും. അപ്പോൾ വി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വാല്യൂ ഒറ്റയടിക്ക് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വി എന്ന് പറയുമ്പോൾ എക്സ് റേസ് ടു വൈ, ഇവിടെ ഡി വൈ ബൈ ഡി എക്സ് ലോഗ് എക്സ് പ്ലസ് വൈ ബൈ എക്സ് ഇങ്ങനെ കിട്ടി. അപ്പോൾ നമുക്ക് ഡി വി ബൈ ഡി എക്സിൻ്റെ ആൻസറും കിട്ടി. അപ്പോൾ ഇതിനെ ഞാൻ ജസ്റ്റ് സ്റ്റാർ ഇട്ട് വെക്കുകയാണ്. നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ആവശ്യമുള്ളത് കൊണ്ട് തിരിച്ചറിയാൻ വേണ്ടി സ്റ്റാർ ഇട്ട് വെച്ചേക്കും. അപ്പോൾ നമുക്ക് ഡി യു ബൈ ഡി എക്സ് കിട്ടി, ഡി വി ബൈ ഡി എക്സും കിട്ടി. ഇനി അടുത്തത് വേണ്ടത് ഡി ഡബ്ല്യു ബൈ ഡി എക്സ് ആണ്. അപ്പോൾ അതിനായിട്ട് ഈ കിടക്കുന്ന ആളെ ഡബ്ല്യു എന്ന് വിചാരിക്കുക, അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. അപ്പോൾ അടുത്തത് നമുക്ക് അതൊന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ നോക്കുക, നമ്മൾ ഇയാളെയാണ് ഡബ്ല്യു എന്ന് വിചാരിച്ചത്. അപ്പോൾ ഡബ്ല്യു ഈക്വൽ ടു എക്സ് റേസ് ടു എക്സ്. ഡിഫറൻഷിയേറ്റ് ചെയ്യണേ രണ്ട് സൈഡിലും ലോഗ് അപ്ലൈ ചെയ്യണം. അപ്പോൾ ലോഗ് അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ ഒറ്റ സ്റ്റെപ്പിൽ എഴുതുകയാണ്, ലോഗ് ഡബ്ല്യു ഈക്വൽ ടു ലോഗ് എക്സ് റേസ് ടു എക്സ് എന്നാണ് വരിക. അതിൽ ഈ എക്സ് ഏറ്റവും ഫ്രണ്ടിലേക്ക് പോകും. സോ എക്സ് ലോഗ് എക്സ് എന്നാണ് ആവുക. ദെൻ നേരെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ലോഗ് ഡബ്ല്യുവിൻ്റെ ഡെറിവേറ്റീവ് 1/w ഇൻറ്റു ഡി ഡബ്ല്യു ബൈ ഡി എക്സ് ഈക്വൽ ടു, ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എഗെയിൻ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക. ഇതൊരു പ്രൊഡക്റ്റ് ആണ്, സോ പ്രൊഡക്റ്റ് റൂൾ. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ലോഗ് എക്സ് വെറുതെ എഴുതി, പ്ലസ് എക്സ് വെറുതെ എഴുതി, ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x. അടുത്ത സ്റ്റെപ്പിൽ ഡി ഡബ്ല്യു ബൈ ഡി എക്സ് ഈക്വൽ ടു ഈ 1/wനെ അപ്പുറത്തേക്ക് കൊടുക്കുക. അപ്പോൾ അത് വെറും ഡബ്ല്യു എന്നാവും. ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു എക്സ്. ഇവിടെ 1 ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് ഈ എക്സും ക്യാൻസൽ ചെയ്ത് പോയി 1. അപ്പം ഇങ്ങനെയാണ് നമുക്ക് ഡി ഡബ്ല്യു ബൈ ഡി എക്സ് കിട്ടുക. ഇപ്പോൾ ഡി യു ബൈ ഡി എക്സ് കിട്ടി, ഡി വി ബൈ ഡി എക്സ് കിട്ടി, ഡി ഡബ്ല്യു ബൈ ഡി എക്സും കിട്ടി. നമ്മൾ ആദ്യം കണ്ടുപിടിച്ച യു വി ഡബ്ല്യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഇക്വേഷൻ ഡി യു ബൈ ഡി എക്സ് പ്ലസ് ഡി വി ബൈ ഡി എക്സ് പ്ലസ് ഡി ഡബ്ല്യു ബൈ ഡി എക്സ് ഈക്വൽ ടു 0 എന്നാണ്. നമ്മൾ നേരെ അതിൽ കൊണ്ടുപോയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് പ്ലസ് ഇത് ഈക്വൽ ടു 0. അപ്പോൾ നേരെ കൊണ്ടുപോയിട്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൽ ഡി യു ബൈ ഡി എക്സ് പ്ലസ് ഡി യു ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ വൈ റേസ് ടു എക്സ് പ്ലസ് വൈ റേസ് ടു എക്സ് ലോഗ് വൈ പ്ലസ് എക്സ് ബൈ വൈ ഡി വൈ ബൈ ഡി എക്സ്. ഇതാണ് നമ്മുടെ ഡി യു ബൈ ഡി എക്സ്. പ്ലസ് ഡി വി ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു വൈ ഡി വൈ ബൈ ഡി എക്സ് ലോഗ് എക്സ് പ്ലസ് വൈ ബൈ എക്സ്. ഇതാണ് നമ്മുടെ ഡി വി ബൈ ഡി എക്സ്. പ്ലസ് ഡി ഡബ്ല്യു ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ദേ കിടക്കണു എക്സ് റേസ് ടു എക്സ് ലോഗ് എക്സ് പ്ലസ് 1 ഈക്വൽ ടു 0. ഇങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ 1 കണ്ടുപിടിച്ച് വെച്ചേക്കണത്. ഇക്വേഷൻ 1 ഡി യു ബൈ ഡി എക്സ് പ്ലസ് ഡി വി ബൈ ഡി എക്സ് പ്ലസ് ഡി ഡബ്ല്യു ബൈ ഡി എക്സ് ഈക്വൽ ടു 0 എന്നാണ് കണ്ടുപിടിച്ച് വെച്ചേക്കണത്. അതിൽ ഓരോന്നിൻ്റെ സ്ഥാനത്ത് വാല്യൂസ് കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി വൈ ബൈ ഡി എക്സ് ഉള്ള ടേമുകളെ ഒരു സ്ഥലത്ത് നിർത്തുക, ബാക്കിയുള്ളവരെയൊക്കെ അപ്പുറത്തേക്ക് കൊടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്കൊന്ന് പോവാം. അപ്പോൾ നോക്കിക്കോ, ഇതിൽ ഡി വൈ ബൈ ഡി എക്സ് ഉള്ള ടേമുകൾ മാത്രം ഞാൻ ലെഫ്റ്റ് സൈഡിൽ നിർത്തണം. അപ്പോൾ അതിൽ ഡി വൈ ബൈ ഡി എക്സ് ഉള്ള ഒന്നാമത്തെ ടേം എന്ന് പറയുമ്പോഴേ ഇപ്പോൾ നമ്മൾ ഈ വൈ റേസ് ടു എക്സ് കൊണ്ട് ഉള്ളിലേക്ക് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കും. അപ്പോൾ ഇവിടെ ഈ ഒരു ടേം കിട്ടും, അത് കഴിഞ്ഞ് ഈ ടേം കിട്ടും, അതിൽ ഡി വൈ ബൈ ഡി എക്സ് ഉണ്ട്. അപ്പോൾ ആ ടേം എഴുതുമ്പോൾ വൈ റേസ് ടു എക്സ് ഇൻറ്റു എക്സ് ബൈ വൈ ഡി വൈ ബൈ ഡി എക്സ്. ഇതാണ് ഡി വൈ ബൈ ഡി എക്സ് ഉള്ള ഒരു ടേം. അപ്പോൾ ഇതിൻ്റെ കളി കഴിഞ്ഞു. പ്ലസ് ഇവിടെ ഈ എക്സ് റേസ് ടു വൈ കൊണ്ട് ഉള്ളിലേക്ക് ഗുണിക്കുമ്പോൾ ഇതിൽ ഡി വൈ ബൈ ഡി എക്സ് ഉണ്ട്. സോ അടുത്ത ടേം വരിക പ്ലസ് എക്സ് റേസ് ടു വൈ ഡി വൈ ബൈ ഡി എക്സ് ലോഗ് എക്സ്.
പിന്നെ മൂന്നാമത്തേൽ ഡി വൈ ബൈ ഡി എക്സ് ഉള്ള ടേം ഒന്നുമില്ല. അപ്പോൾ ഇവിടെ ഈ മൊത്തത്തിൽ ലെഫ്റ്റ് സൈഡിൽ ഡി വൈ ബൈ ഡി എക്സ് ഉള്ള ഈ രണ്ട് ടേമുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് രണ്ടും ലെഫ്റ്റ് സൈഡിൽ തന്നെ നിർത്തി. ഈക്വൽ ടു, ഇനി ബാക്കിയുള്ളവരൊക്കെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ബാക്കിയുള്ളവരെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വൈ റേസ് ടു എക്സ് ലോഗ് വൈ ഉണ്ട്, അത് റൈറ്റ് സൈഡിലേക്ക് പോയി. അപ്പോൾ അത് മൈനസ് വൈ റേസ് ടു എക്സ് ലോഗ് വൈ എന്നായി. അടുത്തത് എക്സ് റേസ് ടു വൈ ഇൻറ്റു വൈ ബൈ എക്സ്. ഇവിടെ അത് പ്ലസ് ആണ്, അപ്പുറത്തേക്ക് പോകുമ്പോൾ അതും മൈനസ് എക്സ് റേസ് ടു വൈ ഇൻറ്റു വൈ ബൈ എക്സ് ഇങ്ങനെയായി. ഇനി അടുത്തത് ഈ കിടക്കുന്ന ടേം ഫുള്ളായിട്ട് ലെഫ്റ്റിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അത് എക്സ് റേസ് ടു എക്സ് ലോഗ് എക്സ് പ്ലസ് 1. അപ്പോൾ അത് മൊത്തത്തിൽ കൊണ്ടുപോകുമ്പോൾ മൈനസ് എക്സ് റേസ് ടു എക്സ് ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് 1 ഈ ഫോമിൽ അതും എത്തി. എക്സ് റേസ് ടു എക്സ് ലോഗ് എക്സ് പ്ലസ് 1. അപ്പം ഇത്രയും കാര്യങ്ങൾ റൈറ്റ് സൈഡിലേക്ക് പോയി. ഇനി ഇതിൽ ഡി വൈ ബൈ ഡി എക്സ് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. അപ്പം ഡി വൈ ബൈ ഡി എക്സ് ഔട്ട് സൈഡ് എടുത്തു. ഇവിടെ വൈ റേസ് ടു എക്സ് ബൈ വൈ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഒരു വൈയും ഇവിടുത്തെ ഒരു വൈയും കട്ട് ചെയ്ത് പോയി. അപ്പോൾ നമുക്ക് വൈ റേസ് ടു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് എന്ന് എഴുതാം. ഇനി ഇവിടെ ഡി വൈ ബൈ ഡി എക്സ് പുറത്തേക്ക് എടുത്തു. അപ്പോൾ പ്ലസ് എക്സ് റേസ് ടു വൈ ലോഗ് എക്സ് ഇത്രയും വരെയുള്ളൂ. ഈക്വൽ ടു റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ ഇതിനകത്ത് എല്ലാത്തിലും മൈനസ് ചിഹ്നം ഉണ്ട്. അപ്പോൾ ആ മൈനസ് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. ഇനി ഇവിടെയുള്ളത് വൈ റേസ് ടു എക്സ് ലോഗ് വൈ. ഇതിൽ എക്സ് റേസ് ടു വൈ ബൈ എക്സ്. അപ്പോൾ ഇതിനെ നമുക്ക് എക്സ് റേസ് ടു വൈ മൈനസ് 1 ഇൻറ്റു വൈ എന്ന് എഴുതാം. ഈ ടേം അതുപോലെ തന്നെ എഴുതി. പ്ലസ് എക്സ് റേസ് ടു എക്സ് ലോഗ് എക്സ് പ്ലസ് 1 അതങ്ങനെ തന്നെ എഴുതി. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് റൈറ്റ് സൈഡിൽ കിടക്കുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇയാളെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ ഇയാളെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ ആൻസർ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഈ കിടക്കുന്ന ആളെ അങ്ങനെ തന്നെ എഴുതി. അപ്പം മൈനസ് ഓഫ് വൈ റേസ് ടു എക്സ് ലോഗ് വൈ പ്ലസ് എക്സ് റേസ് ടു വൈ മൈനസ് 1 ഇൻറ്റു വൈ പ്ലസ് എക്സ് റേസ് ടു എക്സ് ലോഗ് എക്സ് പ്ലസ് 1 കിടക്കുന്ന ആളെ അതുപോലെ തന്നെ അവിടെ എഴുതി. ഓൾ ഡിവൈഡഡ് ബൈ ഈ കിടക്കുന്ന ഇൻറ്റു ആയിട്ട് കിടക്കുന്ന ഇദ്ദേഹത്തിനെ റൈറ്റ് സൈഡിലേക്ക് കൊടുത്തു. അപ്പോൾ ഇവിടെ ഇൻറ്റു ആണെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ ബൈ ആയി. അപ്പോൾ വൈ റേസ് ടു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് എക്സ് റേസ് ടു വൈ ലോഗ് എക്സ്. ഇതാണ് നമ്മുടെ ഈ ഒരു പ്രോബ്ലത്തിലെ ഡി വൈ ബൈ ഡി എക്സിൻ്റെ വാല്യൂ. അപ്പോൾ ഒരു വലിയ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മൾ ഓരോന്നിനെ എടുത്ത് യു വി ഡബ്ല്യു എന്ന് വിചാരിച്ചിട്ട് അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഒരു ഇക്വേഷൻ ഡി യു ബൈ ഡി എക്സ് പ്ലസ് ഡി വി ബൈ ഡി എക്സ് പ്ലസ് ഡി ഡബ്ല്യു ബൈ ഡി എക്സ് ഈക്വൽ ടു 0 എന്ന് കണ്ടുപിടിച്ചു. എന്നിട്ട് ഓരോന്നിനെയും യു എന്നെടുത്തു, അതിന് ഡി യു ബൈ ഡി എക്സ് കണ്ടു, വിന്ന് ഡി വി ബൈ ഡി എക്സ് ഡി ഡബ്ല്യു ബൈ ഡി എക്സും കണ്ടുപിടിച്ചു. എന്നിട്ട് അതെല്ലാം ആ ഇക്വേഷനിൽ കൊണ്ടു കൊടുത്ത് അതിൽ നിന്നും ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിച്ചെടുത്തു.